ഉമ്മൻചാണ്ടിയുടെ നമ്മളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏവർക്കും വേണ്ടി സ്വന്തം മകനായ നമ്മുടെ പ്രിയങ്കരനായ MLA ചാണ്ടി ഉമ്മൻ സാർ ഇവിടെ എത്തിയതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി NS മസൂർ അവർകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് പല വ്യക്തിത്വങ്ങളും നമ്മളെ സ്റ്റേജിലും വേദിയിലുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാഹി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹം ഈ വേദിയിലുണ്ട്. മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജവഹർ കൾച്ചർ ഫോറത്തിന്റെ ചെയർമാൻ ശിവദാസൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള സുഹൃത്തുക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ വിട പറഞ്ഞ് ഈ 18-ാം തീയതി 2 വർഷം പൂർത്തിയായി. ഞാനൊരു മുഖപരിയോടുകൂടി അദ്ദേഹത്തെ ഒന്നും ഇപ്പോഴും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. കേരളത്തിലെ പിഞ്ചു കുട്ടികളടക്കം എല്ലാവർക്കും അദ്ദേഹം എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്നത് പറയാതെ തന്നെ നമുക്കറിയാവുന്നു. വ്യക്തിപരമായും അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരാളെന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ പോലും ശ്രീ ചാണ്ടി ഉമ്മൻ MLAക്ക് ഇനിയും ഒട്ടേറെ പരിപാടികൾ പങ്കെടുക്കേണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയമൊന്നും കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഇന്ന് നിമിഷപ്രിയയുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാർ സുഖമില്ലാതെ കിടക്കുമ്പോൾ BJPയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ ശ്രീ മുരളീധരൻ അദ്ദേഹത്തെ കാണാൻ പോവുകയുണ്ടായി. പൂർണ്ണമായും മോശമായ ആരോഗ്യം മോശമായ സമയത്താണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. പത്രക്കാർ ഉമ്മൻചാണ്ടി സാറിനെ കണ്ട് തിരിച്ചു വരുന്ന പ്രിയപ്പെട്ട അന്ന് മന്ത്രിയായിരുന്ന മുരളിയോട് കാര്യം ചോദിച്ചു, ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? മുരളി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചായിരുന്നില്ല സംശയം. അദ്ദേഹം നിമിഷപ്രിയയുടെ കാര്യം എന്തായി എന്ന് പലമുറി എന്നോട് ശബ്ദമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ന് സമകാലിക സാഹചര്യം നിമിഷപ്രിയയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാന്യനായ ശ്രീ ചാണ്ടി ഉമ്മൻ MLAയുടെ ഇടപെടൽ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൂടുതൽ ഓർക്കുകയാണ്. നമുക്ക് ശ്രീ ചാണ്ടി ഉമ്മൻ MLAയും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഈ അടുത്ത ദിവസം നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം 3000 വീടുകളിൽ ഗൃഹസമ്പർക്കം നടത്തിയ ആളാണ്. എല്ലാറ്റിനും ഉപരി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടമുണ്ടായപ്പോൾ അവിടെ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടപ്പോൾ അവിടെ അദ്ദേഹം ഇടപെട്ട രീതി നമുക്കറിയാം. ഇപ്പോഴും ആ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ മാതൃക പിന്തുടർന്ന്, പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ഇപ്പോൾ പിന്തുടർന്ന് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ചെറുതായി കാണാൻ കഴിയുന്നു. ഒരു റിക്വസ്റ്റ് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിനോടൊപ്പം നിന്ന 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും വല്ലാത്തൊരവസ്ഥയിലാണ്. അവരെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മാതൃകയിൽ
നെഞ്ചോട് ചേർക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ അവരുടെ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ സാഹചര്യം മഴയാണ്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കുക, അതും ഇത്രയും നല്ല ഒരു സറൗണ്ടിങ്ങിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പലതവണ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് മണ്ഡലത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും നല്ല സെറ്റിംഗ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല AC ഹോളും ഞങ്ങളുടെ നാട്ടിൽ പക്ഷെ അത്ര AC ഹോളായിട്ടില്ല. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കൊടുക്കാൻ സാധിക്കുക, അത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവിനോടുള്ള ശിവസേനടക്കമുള്ള ഇവിടുത്തെ നേതാക്കന്മാരുടെ സ്നേഹവും കരുതലുമാണ് ഇത്രയും നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുവാനുള്ള കാരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർത്തുകൊള്ളട്ടെ. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കാലം നമ്മുടെ രാജ്യം പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സാണ്. ആ ഡ്രഗ്സിനെതിരെയുള്ള പ്രവർത്തനം നമ്മൾ വളരെ സജീവമായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ മുറ്റത്താണ് നമ്മുടെ വീട് മുറ്റത്താണ് ഡ്രഗ്സിനെതിരെയുള്ള ഡ്രഗ്സ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വീട് മുറ്റത്താണ് നിൽക്കുന്നതെങ്കിൽ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഡ്രഗ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെ ഉള്ള ഒരു പോരാട്ടം നടത്തണം എന്നുള്ളത് അനിവാര്യതയാണ്. പക്ഷേ ഇത് വെറുതെ ഒരു ഡ്രഗ്സ് എങ്ങനെയോ വന്നു കയറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രാജ്യത്തിനെതിരെ നടത്തുന്ന വലിയ ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിയാം, പാകിസ്ഥാന്റെ ബോർഡറിൽ നമ്മൾ യുദ്ധം കണ്ടു. പക്ഷെ പാകിസ്ഥാൻ ചൈനയുടെ ഒരു ഉപകരണം മാത്രമാണ്. ചൈനയാണ് യഥാർത്ഥ ശത്രു. അതേ ശക്തികൾ ഈ രാജ്യത്തേക്ക് 9 വർഷമായി അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഡ്രഗ്സ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ, നമ്മളതിനെതിരെ ക്യാമ്പയിൻ നടത്തുക, നമ്മൾ ഓരോ വീട്ടുകാരും ഓരോ വീട്ടിലും ഇതിനെതിരെ വലിയ ഒരു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മളെ കൊണ്ടേ ഇത് പോകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെതിരെ ജാഗ്രത പുലർത്താൻ കൂടിയുള്ള വേദിയായിട്ട് ഈ വേദിയെ മാറ്റാം. നമ്മുടെ മക്കളെ സംരക്ഷിക്കാം. തീർച്ചയായിട്ടും ഇവരുടെ കഴിവ് കണ്ടുകൊണ്ടാണ് ഇതിപ്പോ വരുന്നത്. അപ്പൊ നമ്മളെ നിമിഷപ്രിയയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ നിമിഷപ്രിയയുടെ കാര്യത്തിന് നമുക്ക് ലോകത്തെവിടെയും മലയാളിയുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ അമേരിക്കൻ സ്പീക്കറിന് കത്തയച്ചു. സ്പീക്കറിന് കത്തയക്കാൻ കാരണം അവിടെ ഒരു മലയാളി ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്താം, അമേരിക്കൻ സ്പീക്കറിന് കത്തെഴുതുക, ആ കത്തെഴുതി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ കത്തെഴുതി ഇദ്ദേഹം സംസാരിച്ചു. പക്ഷെ അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇടപെടാൻ പരിമിതിയുണ്ട്, അവരുടെ കൺട്രോളിലല്ല. അതേപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഞാൻ കത്തെഴുതി. അവിടെ ഒരു മലയാളി MP ഉണ്ട്, സോജൻ ജോസഫ്. അദ്ദേഹം MP ആയി ജയിച്ചപ്പോൾ ഞാൻ ആദ്യം പോയി കണ്ട ഒരാളാണ്. ആദ്യം പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യം കഴിഞ്ഞ വർഷം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ശ്രമിക്കാം. പക്ഷെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു പരിമിതിയുണ്ട്. വത്തിക്കാനിലൂടെ ശ്രമം നടത്തി. മാർപ്പാപ്പയുടെ അവിടെ മലയാളിയുണ്ട്, അദ്ദേഹം വഴി ശ്രമം നടത്തി. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുക. ഇവിടെ എല്ലാം നമ്മൾ ശ്രമം നടത്തി. ഇപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരാഴ്ച മുമ്പ് ഈ 16-ാം തീയതി വിധിയാണെന്ന് വന്നപ്പോഴത്തേക്ക് അതിനെ ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കറിനെ കണ്ടു. അദ്ദേഹവും ഇതേപോലെ മലയാളികളെ തന്നെയാണ് വിളിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ വിളിച്ചത്. ഏറ്റവും അവസാനം അതിനോട് ചേർന്ന് തന്നെ കാന്തപുരം ഉസ്താദിനെയും വിളിച്ചു. അദ്ദേഹം ഇന്ന് അതിന്റെ പ്രവർത്തനവുമായി വളരെ സജീവമായി അദ്ദേഹം ഇടപെട്ട് യമനിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് സംസാരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ലോകത്ത് എവിടെയൊരു മലയാളിയുണ്ട്.
ലോകത്തെ മാറ്റുന്ന മലയാളികൾ പല ഭാഗങ്ങളിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല. വൈറ്റ് ഹൗസിൽ ഒരു മലയാളിയുണ്ട്, വത്തിക്കാനിൽ ഒരു മലയാളിയുണ്ട്, ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നമ്മളെ എവിടെ ഭരിച്ചോ ആ പാർലമെന്റിൽ ഒരു മലയാളിയുണ്ട്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളിയുടെ വളർച്ച. ഓസ്ട്രേലിയയിൽ ചെന്നാൽ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററിനെ മത്സരിച്ച ഒരു മലയാളിയാണ്. ഇപ്പൊ അവിടെ ഒരു മിനിസ്റ്റർ മലയാളിയായിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ ആന്റണി എംപിയുടെ സഹോദരപുത്രൻ ചാൾസ് ആന്റണി എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മലയാളിയുടെ കഴിവ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഡ്രഗ്സ് ഒഴുക്കുന്നത്. ഞാൻ വെറുതെ പറയാന്ന് വിചാരിക്കണ്ട. കാരണം ഞാനൊരു DGPയെ കാണാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ 2 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ഒന്ന് കേരളവും, 2 പഞ്ചാബും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി വെച്ചേക്കൂ. DGP പറഞ്ഞ കാര്യമാണ്. 2 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ഒന്ന് പഞ്ചാബും, ഒന്ന് കേരളവും. പഞ്ചാബിലേക്ക് ഒഴുകാൻ കാരണമുണ്ട്. കാരണം പഞ്ചാബ് ഇന്ത്യയുടെ ആർമി ക്യാപിറ്റലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മികച്ച സൈനിക ശക്തി സൈനികരെ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എങ്കിൽ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയാണ് കേരളം, അല്ലെങ്കിൽ വേൾഡാണ് കേരളം. അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ, ഈ ഇരിക്കുന്ന കുട്ടികളുടെ കഴിവ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. പലപ്പോഴും മാതാപിതാക്കൾക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അവർക്ക് കഴിവില്ല എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ കഴിവ് ലോകം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വിചാരിക്കണം. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങളൂടെ കൂടെ നിൽക്കണം. ഇന്ന് ഈ നിങ്ങളുടെ സ്വപ്നവും അവരുടെ സ്വപ്നവും ഒക്കെ തല്ലി തകർക്കുവാൻ വേണ്ടിയാണ് ഈ നാട്ടിലേക്ക് ഇത്രയും വലിയ തോതിൽ ഡ്രഗ്സ് ഒഴുക്കുന്നത്. എന്റെ മണ്ഡലത്തിൽ ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ വന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്, ഒരു മീനിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സ് കടത്തിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ ഡ്രഗ്സിന്റെ വളർച്ച ഉണ്ടാവുന്ന ഈ കുട്ടികൾ വളർന്ന് ലോകത്തെ മാറ്റുന്നവരായി മാറുമെന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലുന്നവരെ തിരിച്ചറിയുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം പക്ഷെ നാടിന് ദുരന്തമായി വരും, ഈ സമൂഹത്തിന് ദുരന്തമായി വരും. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നന്മ തിന്മയാണ് തിരിച്ചറിയുക. പക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫോളോ ചെയ്യുക. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള, ആ സ്വപ്നങ്ങളെ നിങ്ങൾ അനുവദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ സ്വപ്നങ്ങൾ കാണും, ആ സ്വപ്നം അനുസരിച്ച് മാത്രമാവരുത്. നിങ്ങളുടെ സ്വപ്നങ്ങളോടൊപ്പം മക്കളുടെ സ്വപ്നം കൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു സംശയവും വേണ്ട, മലയാളി കുട്ടികൾക്ക് ലോകത്തെ മാറ്റുവാൻ സാധിക്കുന്ന ഒരു കുട്ടികൾക്ക് സാധിക്കത്തില്ല. നമ്മുടെ പിള്ളേരെല്ലാം വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ കുട്ടികളും ഈ ഓൾറെഡി പകുതി ആൾക്കാരുടെ ആഗ്രഹം വിദേശത്ത് പോകണമെന്നായിരിക്കും. ഓരോ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ പറയും ഞാൻ വിദേശത്ത് പോകുമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് പോകണമെന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവിടെയുള്ള സാധ്യത നമ്മൾ ഉപയോഗിച്ചിട്ട് പോരെ. എൻ്റെ പിതാവിൻ്റെ വലിയൊരു സ്വപ്നം ഈ നാടിനെ മാറ്റിയെടുക്കണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എയർപോർട്ട് കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചതും എയർപോർട്ട് കൊണ്ടുവന്നതും അതുപോലെ കൊച്ചി മെട്രോ നടപ്പിലാക്കിയതും വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കിയതൊക്കെ വലിയൊരു ആശയവും വലിയൊരു സ്വപ്നവും വെച്ചിട്ടാണ്. നമ്മുടെ നാട് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമായിട്ട് തന്നെ മാറും. നമ്മുടെ കേരളം എന്നുള്ള ചെറിയ ഗ്രാമമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സൈസും നമ്മുടെ എന്താ പറയാ കോമ്പാക്ട് ആയിട്ടുള്ള നേച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചെറിയ ഗ്രാമമാണ്. അപ്പൊ ഒറ്റ ഒരു സ്ട്രെച്ചിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ വന്ന് നമ്മുടെ ഡെവലപ്മെന്റ് സാധ്യമാകണം. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ തല ഉയർത്തി വളരുവാനുള്ള അവസരം ഉണ്ടാവണം. നമുക്കറിയാം, സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യം ഒറ്റ ഒരു പോർട്ടിന്റെ പുറത്ത് ലോകത്തിന്റെ നെറുകയിലെത്തിയ രാജ്യമാണ്. അതുപോലെ നമുക്ക് അനവധി സാധ്യതകൾ കേരളത്തിലുണ്ട്. ആ കേരളത്തിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ആളുകൾ വിദേശത്തേക്ക് പോവുകയല്ല, വിദേശത്തേക്ക് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ലോകം ഇനി കേരളത്തിലോട്ട് വരണം. നിങ്ങളാണ് അതിന്റെ ചാലകശക്തി, നിങ്ങളാണ് അത് സാധ്യമാക്കേണ്ടത്. ഞങ്ങളുടെ തലമുറ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറ കഴിഞ്ഞു, ഞങ്ങളുടെ തലമുറ കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ആ സാധ്യതയുണ്ട്. ഈ നാടിനെ വളർത്തിയെടുക്കുവാൻ സിംഗപ്പൂരിന്റെ മാതൃകയിൽ, ജപ്പാന്റെ മാതൃകയിൽ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സയൻസ് എന്ന് പറയുമ്പോൾ സയന്റിഫിക് ടെമ്പർ ആണ് കേട്ടോ. എന്ത് സയൻസും സയൻസ് അല്ല. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് എന്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, എന്തിന്റെ റാഷണൽ ചോദിക്കുവാൻ, ആ റാഷണൽ തിരിച്ചറിഞ്ഞുകൊണ്ട് സയൻസിനെ ഡെവലപ്പ് ചെയ്ത് സയന്റിഫിക് ടെമ്പർ വളർത്തി നമ്മുടെ നാട്ടിൽ റിസർച്ച് സെന്റേഴ്സ് കൊണ്ടുവന്ന് പുതിയതായ സ്ഥാപനം കൊണ്ടുവന്ന് നിങ്ങൾ കെട്ടിപ്പടുക്കണം. നിങ്ങൾക്ക് പിന്തുണ നൽകുവാൻ നമ്മൾ തയ്യാറാണ്. ജനപ്രതിനിധികളുടെ ഓരോ ആഗ്രഹം അതാണ്. നിങ്ങൾക്ക് പിന്തുണ തന്നെ ഞങ്ങൾ തയ്യാറാണ്. പോളിസിപരമായിട്ടുള്ള പിന്തുണ നൽകുന്നതാണ്.
പക്ഷെ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ വിദേശത്തെ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. അത് സാധിക്കും, ഒന്നും അസാധ്യമല്ല. ഞാൻ ഒരു കാർ ഡീറ്റെയിലിങ്ങിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആ ഡീറ്റെയിലിംഗ് തുടങ്ങുന്ന വ്യക്തി ആദ്യം വീട്ടുകാർ പറഞ്ഞ് തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു ഞങ്ങൾ തുടങ്ങുവാന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് പോയി. ഞാൻ ചെല്ലുന്നത് അതിന്റെ 22ാമത്തെ പരിപാടിക്ക്. ഇപ്പൊ ഒരു ഓണ്ടർപ്രണർ, ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചപ്പോൾ 1 നിന്ന് 22 എത്തി ചുരുങ്ങിയ കാലം കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തെ കുറിച്ച് ഉള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ, തെറ്റായ ചിന്തയുണ്ടെങ്കിൽ മാറ്റിയെടുക്കുക. നമ്മുടെ നാടിനെ വളർത്തുവാൻ നിങ്ങളാണ് നിൽക്കേണ്ടത്. പിന്തുണ നൽകുവാൻ ഞങ്ങൾ ഓരോരുത്തരും കാണും. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ അറ്റാക്ക് നടന്നപ്പോൾ ഡ്രോൺസ് ആണ് വന്ന് അറ്റാക്ക് ചെയ്തത്. നമ്മുടെ രാജ്യത്തെ ഡ്രോൺസിന്റെ അറ്റാക്ക് നടന്നത് ഇപ്പൊ പുതിയൊരു ലോകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സയൻസ് പഠിക്കണം. നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രുവിനെ നേരിടുവാനുള്ള കരുത്ത് ഇനി നിങ്ങളാണ് വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന അംഗീകാരം അങ്ങനെയുള്ള സ്വപ്നം പൂവണിയാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള സ്വപ്നം ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം ഈ ഒരു അംഗീകാരം തരുമ്പോൾ നിങ്ങൾക്ക് മാത്രമുള്ള അംഗീകാരമല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ കൂടിയുള്ള അംഗീകാരമാണ്, നിങ്ങളുടെ അധ്യാപകർ കൂടിയുള്ള അംഗീകാരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പിതാവിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ വലിയൊരു സംരംഭം, കാരണം കുട്ടികളാണ് ഒരു നാടിൻ്റെ എല്ലാം. ഈ കുട്ടികളെ ആദരിക്കുമ്പോൾ ഈ നാടാണ് ആദരിക്കപ്പെടുന്നത്. ഈ കുട്ടികൾ ഒരാൾ പോലും നാളെ വളരുന്ന വലിയൊരാളായാൽ എൻ്റെ പിതാവിൻ്റെ പേര് അനശ്വരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഈ സംസ്ഥാനം ഒട്ടുക്ക് ഇതേപോലെ പരിപാടികൾ നടത്തുന്നത് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനാണ്, ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനാണ്. നിങ്ങൾ നാടിനെ മാറ്റുന്ന നേതാക്കളായി വളരണം എന്നുള്ള ഉത്തമമായ ആഗ്രഹം കൊണ്ടാണ്. ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ നിങ്ങൾ വിവിധ രംഗങ്ങളിൽ, രാഷ്ട്രീയമാവണമെന്നില്ല, രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വളർന്നു വരണമെങ്കിൽ അങ്ങനെ, അതല്ല, വിവിധ രംഗങ്ങളിൽ ഉമ്മൻചാണ്ടിയെ പോലെ വളർന്നു വന്ന് ലോകമറിയുന്നവരായി, ലോകത്തെ മാറ്റുന്നവരായി, ഈ സമൂഹത്തിന് സേവനം ചെയ്യുന്നവരായി, ഏറ്റവും പാവപ്പെട്ടവർക്ക്, അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര വലിയ ഹോൾ നമ്മൾ ഇരിക്കുന്നു, ഇത്ര മികച്ച അനുഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ 15 വർഷം പുറകോട്ട് എടുക്കും. ഞാൻ NSV പ്രവർത്തകനായി ഉത്തരാഖണ്ഡിൽ പോയൊരു സമയം, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമം തോന്നിയതാണ്. ഈ ഹോളിന്റെ പകുതി പോട്ടെ, അല്ലെ ഈ ഹോള് മൊത്തം ഒരു ബിൽഡിംഗ് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 800 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. 800 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. ഈ ഹോൾ എത്രയേ ഉള്ളൂ വെച്ചു. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ഈ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം, ഈ മലയാളി കുട്ടികൾക്ക് കിട്ടുന്ന അവസരം പലർക്കും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം മുതലാക്കി ഭാവിയിൽ പാവപ്പെട്ടവരെ, ആരോരുമില്ലാത്തവരെ കരുതുവാൻ എൻ്റെ പിതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും അശ്വരരെ കേൾക്കണം എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ, കേരളത്തിലുമുണ്ട്. ഏറ്റവും അശ്വരരെ, ആരോരുമില്ലാത്തവരെ കരുതുവാൻ, കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വിളി പൂർത്തിയാവത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരും ദിവസവും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന തൊട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിലാണ് ശിവനുള്ളത്, അല്ലെ ദൈവമുള്ളത്. അപ്പൊ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. നിങ്ങളുടെ കോളിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ വിളി പൂർത്തിയാകട്ടെ. ഈ നാടിനും ഈ സമൂഹത്തിനും സേവനം ചെയ്യുന്നവരായി എൻ്റെ പിതാവിന്റെ പാതകയിൽ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളർന്നു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശിവസേട്ടനടക്കം, പ്രിയപ്പെട്ട സതീശേട്ടനടക്കമുള്ള എല്ലാ അടക്കമുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത്രയും മികച്ച രീതിയിൽ ഒരു പരിപാടി തലശ്ശേരിയിൽ ഈ ഒരു ഇത്രയും ബുദ്ധിമുട്ടേറിയ ദിവസം സംഘടിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ ആത്മാവും വളരെയധികം സന്തോഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അനുസ്മരണ ഭാഷണം നടത്താൻ പ്രിയപ്പെട്ട നസൂറിനെ ക്ഷണിക്കുന്നു. ഉമ്മൻചാണ്ടി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ തന്നെ പുതിയ തലമുറയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിയും. യഥാർത്ഥ മനുഷ്യസ്നേഹി ആരോ അതാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനപ്പുറം അദ്ദേഹത്തിനൊരു വിശേഷണത്തിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പേര് തന്നെ സ്ഥാനമാക്കി മാറ്റിയ ഒരു മഹത്തായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആരും ചോദിക്കാറില്ല. നിങ്ങൾ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, കേരളത്തിൽ ഒരേ ഒരു ഉമ്മൻചാണ്ടി അല്ലേ ഉള്ളൂ എന്നത്. അത് പേരുകൊണ്ടല്ല,
അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പുതുതലമുറയിൽപ്പെട്ട ഒരാളാണ്. ഇന്നിവിടെ നമ്മൾ കുറേ കുട്ടികളെ ആദരിക്കുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രാവീണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഈ സ്കൂളിൽ പറയുമ്പോൾ ഫ്രണ്ട് ബെഞ്ചേഴ്സുമുണ്ട്, ബാക്ക് ബെഞ്ചേഴ്സുമുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ആലോചിക്കും, ഈ പണ്ടുള്ള സിനിമകളിൽ ഈ ഒന്നും പഠിത്തമില്ലാതെ തൊഴിലില്ലാതെ സ്കൂളിലൊക്കെ പഠിച്ച് കറങ്ങിത്തിരിഞ്ഞ് വരുന്ന ഒരാൾ നായകനായി പിന്നെ ബോംബെയിലോ എവിടെയെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ പോയി വലിയ പണത്തോടുകൂടി തിരിച്ചു വരുന്ന, അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന സിനിമകളാണ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ വാഴ സിനിമ കാണാത്ത ആളുകൾ ചുരുക്കമല്ലേ കുട്ടികളിൽ. വാഴ അത് തുടങ്ങി അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ കുട്ടികളെല്ലാം രക്ഷപ്പെട്ട് എവിടെയോ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ആ സിനിമ അവസാനത്തിലേക്ക് എത്തുന്നത്. അത് ഹാസ്യരൂപേണ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറഞ്ഞു നിർത്തുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പഠിച്ചാൽ മാത്രമേ ഉന്നതി ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടി ഈ കാലഘട്ടത്തിലെ സിനിമ, ന്യൂ ജനറേഷൻ സിനിമകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരികയാണ്. ആ കുട്ടികളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിൽ അവരെ വിദ്യാഭ്യാസ രംഗത്തേക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് സജീവമായി കൊണ്ടുവരുന്നതിൽ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സമീപനം കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. സ്കൂളുകൾ, കോളേജുകൾ ഇതെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാകണമെന്നും എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളും ഹൈടെക് മോഡൽ വളർന്നു വരണമെന്ന് ആഗ്രഹമുള്ളതും, മെഡിക്കൽ രംഗമായിരുന്നാലും എഞ്ചിനീയറിംഗ് രംഗമായിരുന്നാലും സോഷ്യൽ മേഖലയൊക്കെ ആയിരുന്നാലും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പഠിക്കണം എന്ന് താല്പര്യം കാണിച്ച ഒരു നേതാവാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി. ഇവിടെ ഇരിക്കുന്ന നേതാക്കൾ, ശിവദാസൻ ചേട്ടനെ പോലുള്ള നേതാക്കളൊന്നും അവരുടെ അടുത്തേക്ക് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞാൽ അത് അധികപ്പറ്റായി പോകും. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, 2 വർഷം മുമ്പുള്ള ഒരു 18-ാം തീയതി രാവിലെ, അതിനും ഒരു 4-5 ദിവസം മുമ്പ്, ഞാനിത് പറയാനുള്ള കാരണമുണ്ട്. കാര്യം അതിനും ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ശംഖുമുഖത്തൊരു പരിപാടിക്ക് പോയ സമയത്താണെന്ന് തോന്നുന്നു, ഒരു ദിവസം രാത്രി ചാണ്ടിയുമ്മനൊരു ഫോൺ വരികയും അദ്ദേഹം വളരെ വൈഷണ്യനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കാര്യം ചോദിച്ചപ്പോൾ അത്യാവശ്യമായി ബാംഗ്ലൂരിൽ എത്തണം, ആശുപത്രിയിൽ എത്തണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫ്ലൈറ്റിലോ ട്രെയിനോ ഒന്നും നോക്കി എടുക്കാൻ പറ്റാത്ത സമയത്ത് ഒരു ടാക്സി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി, സ്വന്തം അപ്പയുടെ അടുത്തേക്ക് പോയി. അതിനിടയിൽ എറണാകുളത്ത് നിന്ന് മരുന്ന് എത്തിക്കാനുള്ള മരുന്നും കൊണ്ട് അപ്പയുടെ അടുത്തേക്ക് പോയി. അപ്പയുടെ അവസാന കാലഘട്ടം വരെ ഒരു മകൻ ചെയ്തു കൊടുക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തെ പരിപാലിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ അവസാന സമയം വരെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന ഒരു പുത്രൻ. ആ ഒരു 18-ാം തീയതി രാവിലെ 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളം ആദ്യമായി, കേരളത്തിലുള്ള ടെലിഫോണുകൾ നിരന്തരം തുരുതുര ശബ്ദിച്ചു കൊണ്ടിരുന്നത് ആ ഒരു ദിവസമായിരിക്കും. കാരണം വെളുപ്പിന് 4 മണിക്കാണ് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടു എന്ന വാർത്ത TV-യിൽ വരുന്നു എന്നുള്ളത്. വെളുപ്പിന് 4 മണിക്ക് ഞാൻ TV ഇട്ട് നോക്കിയപ്പോൾ വാർത്ത ശരിയാണ്. ഞാൻ സ്തബ്ധമായി നിന്നു. ഞാൻ അവിടെ ഇരിക്കുകയാണ്. കാര്യം പെട്ടെന്ന് എന്തോ നഷ്ടപ്പെട്ടതുപോലെ നമുക്കൊരു ഫീലിംഗ്. പെട്ടെന്ന് ഇത് അറിയാൻ വേണ്ടി പലരെയും വിളിക്കുന്നു. എല്ലാവരുടെയും ഫോൺ എൻഗേജ്ഡ് ആണ്. ആ സമയം തൊട്ട് തുടങ്ങി അവസാനം വീട്ടിലെത്തി. അവിടെ ബാംഗ്ലൂരിൽ നിന്ന് മൃതദേഹം കൊണ്ടുവന്ന് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച്
കോട്ടയത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം അതിന് തയ്യാറെടുത്തുകൊണ്ട് കോട്ടയത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പുതുപ്പള്ളിയിലേക്ക് ഒരുങ്ങുമ്പോഴേക്കും അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് എത്താമെന്നുള്ള കണക്കുകൂട്ടലിൽ കോൺഗ്രസ് നേതാക്കളെ എല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട്, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട്, ലോക മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് 72 മണിക്കൂർ കൊണ്ട് 72 മണിക്കൂറാണ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ KSRTC ബസ് ചെന്നെത്തുവാൻ എടുത്ത സമയമെങ്കിൽ അതിനിടയിൽ കടന്നു വന്ന പുരുഷാരവങ്ങളിൽ, അതിനിടയിൽ കടന്നു വന്ന മാന്യമഹാജനങ്ങളിൽ വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ചവർ, വികലാംഗരായിട്ടുള്ളവർ, എന്തിനേറെ പറയുന്നു പിഞ്ചു കുട്ടികൾ വരെ ഐ ലവ് അപ്പച്ച എന്നെഴുതിയ ഒരു പേപ്പറും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മൃതദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വഴിയോരങ്ങളിൽ തിങ്ങിക്കൂടിയവർ. അതിനകത്ത് നിങ്ങൾക്കറിയാമോ, ഉമ്മൻചാണ്ടി സാറ് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങൾ സ്വീകരിച്ചവരുണ്ടായിരിക്കാം. അതിനേക്കാളും അപ്പുറം അതൊന്നും സ്വീകരിക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരു ഭരണാധികാരി എങ്ങനെയാണോ രാജ്യം ഭരിച്ചത്, സംസ്ഥാനം ഭരിച്ചത്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കണ്ട ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരാം. ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അച്ഛൻ ഓടി ചെന്ന് ആ വാഹനത്തിൽ കയറിയതിനു ശേഷം ആ മൃതദേഹത്തെ നോക്കി വിലപിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ 72 മണിക്കൂർ പിന്നിട്ടുകൊണ്ട് കോട്ടയത്തെത്തി. ഇന്നും പുതുപ്പള്ളിയുടെ ആ പള്ളിയുടെ ആ പ്രദേശത്ത് വലിയ വലിയ മഹാരഥന്മാരായിട്ടുള്ള ബിഷപ്പുമാർ, വൈദിക ശ്രേഷ്ഠന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് ഉമ്മൻചാണ്ടി സാറിനെ അടക്കണമെങ്കിൽ പുതുപ്പള്ളി പള്ളിയും പള്ളിയുടെ എല്ലാ ക്രമീകരണങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ ഈ 72 മണിക്കൂറും ആ വാഹനത്തിൽ നിറകണ്ണുകളോടെ കൈകൂപ്പി നിന്നുകൊണ്ട് ഒരു മകൻ എല്ലാ ജനങ്ങളെയും, അവസാന ആളിനെയും സ്വന്തം അപ്പയുടെ മുഖം കണ്ടതിന് ശേഷം മാത്രമേ കടത്തിക്കൊണ്ടുപോകാവൂ എന്ന് പിടിവാശിയെടുത്തുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, അവസാനമായി കടന്നു വരുന്നവന്റെ അപേക്ഷയും കൈനീട്ടി വാങ്ങി അതിന് പരിഹാരം കണ്ടതിന് ശേഷം മാത്രം കിടന്നുറങ്ങുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിഞ്ഞത്, ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാമനുഷ്യന്റെ 2ാം ചരമവാർഷികം കടന്നു വരികയാണ്. ഒരു മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം, ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച ആ മുഖ്യമന്ത്രിയായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന, അതുപോലെ തന്നെ എല്ലാ തലത്തിലും ഒരു നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്ന, അതിനേക്കാളും അപ്പുറം നല്ലൊരു കുടുംബനാഥനായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ, ഓരോരുത്തർക്കും ഓരോ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെല്ലാം അയവിറക്കുന്ന ദിവസങ്ങൾ ഈ വരുന്ന സമയങ്ങളിലൊക്കെ കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം നടപ്പിലാക്കി കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമത്തിലാണ് ചാണ്ടി ഉമ്മൻ. അത് വിജയകരമായി പൂർത്തിയാകും എന്നുള്ള പ്രതീക്ഷ എനിക്കും നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. നിമിഷപ്രിയയുടെ വിഷയം അതും പൂർത്തിയാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്, അമിത പ്രതീക്ഷയല്ല. ആ പ്രതീക്ഷ ആസ്ഥാനത്താകില്ല എന്നുള്ള വിശ്വാസമാണുള്ളത്. എന്തായിരുന്നാലും ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്ന ഈ ഒരു യോഗത്തിൽ ഇവിടെ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിലും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മൻ പങ്കെടുക്കുന്ന ഇതേ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം ഉമ്മൻചാണ്ടി സാറിനെ പറ്റി കുറഞ്ഞ വാക്കുകൾ പറയുവാൻ അവസരം നൽകിയതിൽ ഇതിന്റെ പരിപാടിയുടെ സംഘാടകരോടും എല്ലാ വിധത്തിലുമുള്ള നന്ദിയും ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കി നടത്തിയതിലുള്ള കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ കോണുകളിലും ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയുള്ള ഓർമ്മകൾ ഉണ്ടാകും. അതെല്ലാ കാലത്തും നിലനിൽക്കുന്ന തരത്തിൽ പുതിയൊരു തലമുറയും കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി വരുന്ന തലമുറകളെല്ലാം രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ, ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ, കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്നും ഒരു കൊച്ചു കുഞ്ഞിന്റെ വിളിയിൽ നിന്ന് സഹപാഠിക്ക് ഒരു വീട് വെച്ചു കൊടുത്ത, പാവങ്ങളെ എല്ലാ തരത്തിൽ നിന്നും ദുരിതത്തിൽ നിന്ന് കരകയറ്റിയ, അതുപോലെ തന്നെ വികസനം എന്താണെന്ന് കേരളത്തിന് കാണിച്ചു തന്ന ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ വരുന്ന തലമുറയും പഠിക്കട്ടെ എന്നുള്ള ആശംസകൾ മാത്രം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ച് സംസാരിക്കാൻ ബഹുമാനിയായ മുൻ പോണ്ടിച്ചേരി ഡെപ്യൂട്ടി സ്പീക്കർ സത്യാഗ്രഹം. സഹോദരന്മാരെ, ഈ ദിവസം അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നോ എന്ന് എനിക്ക് സംശയമില്ല. പക്ഷേ നിർബന്ധ ബുദ്ധിയായി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടക്കുന്നു. അതിന് ആരോഗ്യം അനുവദിക്കെങ്കിൽ പോയേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ട്.
ഞാനിവിടെ എത്തിച്ചേർന്നു. ആ മനുഷ്യൻ എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഓർമ്മിക്കപ്പെടാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വാർദ്ധക്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രസക്തിയില്ലാത്ത ഒരു മനുഷ്യനായി മാറിയില്ല. പ്രസക്തിയില്ല. സമൂഹത്തിൽ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനും ഓടിച്ചാടാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക നിൽക്കുന്ന സമയത്തും എൻ്റെ യൗവനത്തിൽ, തീക്ഷ്ണമായ യൗവനത്തിൽ പ്രസരിപ്പ് തന്നതും ആവേശം തന്നതും ഉമ്മൻചാണ്ടിയാണ്. 1974 ഞാൻ മാഹിയുടെ പ്രതിനിധിയായ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് നിർബന്ധപൂർവം പറയുകയും അന്ന് പോൾ പി മാണിയും ഉമ്മൻചാണ്ടിയായിരുന്നു മാഹിയുടെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുന്ന കമ്മിറ്റിയുടെ പ്രധാന അംഗങ്ങൾ. എൻ്റെ പേര് ഉമ്മൻചാണ്ടി പറയുകയും എൻ്റെ ഫോണിൽ, അന്ന് നേരിട്ട് ഫോണൊന്നും കിട്ടാറില്ല, പോസ്റ്റ് ഓഫീസിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇന്നയാളെ വേണം, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും, അവിടെ വന്ന് നിൽക്കാൻ പറയുന്നു. അങ്ങനെ നിന്നപ്പോൾ അവിടുന്ന് സത്യൻ നോമിനേഷൻ കൊടുക്കണം 74. പക്ഷെ നിർഭാഗ്യവശാൽ മാഹിയിലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് എൻ്റെ മുമ്പിൽ എൻ്റെ നേതാവ് ഭരതൻ മത്സരിക്കട്ടെ, നിങ്ങളുടെ ചെറുപ്പമാണ് മാറിയിരിക്കും. ആ സമയത്ത് ഒരു അർഹിക്കുന്നൊരു സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നിലുണ്ട് എന്ന് തോന്നിയോ ആ മഹാവ്യക്തിത്വം. പലപ്പോഴും പിന്നീട് ഞങ്ങൾ പല രീതിയിലും ബന്ധപ്പെടുകയും എൻ്റെ സ്ഥാനം തെറിച്ച സമയത്തും ഉമ്മൻചാണ്ടി സാർ വന്നിരുന്നു. ആ മയ്യയിലെത്തിയിരുന്നു. എനിക്ക് ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോഴും തലശ്ശേരിയിലെ പരിപാടി റദ്ദ് ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഓർമ്മിക്കാൻ കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒരുക്കി തരികയും മറ്റു പല കാര്യങ്ങളിലും, അതും ഉപയോഗത്തിൽ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ മഹാമനുഷ്യൻ്റെ ആ വ്യക്തിത്വത്തിന് മുമ്പിൽ ആദരപൂർവ്വം കൈ കൂപ്പിക്കൊണ്ട് നയിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. ജവഹർ കൾച്ചർ ഫോറം അംബേദ്കർ ദിവസം നടത്തിയ അംബേദ്കർ അവാർഡ് ജേതാവ് ഐഷത്ത് സല്ലിയെ ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ MLA ഉപഹാരവും ഭരണഘടനയുടെ പുസ്തകവും നൽകി, ഭരണഘടനാ പുസ്തകവും നൽകി ആദരിക്കുന്നു.